ആദ്യമായിട്ടൊരു രാഷ്ട്രീയം പറയാം. കോക്രോച്ച് പാർട്ടി എന്ന പേരിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ തുടങ്ങിവെച്ച യുവാക്കൾ തുടങ്ങിവെച്ച സമരം കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മറ്റെല്ലാ രാഷ്ട്രീയ കക്ഷികളും, മതേതര രാഷ്ട്രീയ കക്ഷികളും ഇടതുപക്ഷ കക്ഷികളുമെല്ലാം ഏറ്റെടുത്ത് ഒരു വമ്പിച്ച വിജയമായി വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചതോടുകൂടി കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഇന്ത്യയിൽ നിലനിന്നിരുന്ന BJPയുടെ സമഗ്രാധിപത്യം ഇന്ന് പുറകോട്ട് പോകാൻ തുടങ്ങിയിരിക്കുകയാണ്. BJPയുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഈ സമരത്തിൻ്റെ വിജയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറുഭാഗത്ത് അയോധ്യയിലെ വമ്പിച്ച ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇന്ന് നേരിടുകയാണ്. അയോധ്യയിലെ ക്ഷേത്രം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ എല്ലാവരും പറഞ്ഞതാണ്, അത് തുടങ്ങണോ വേണ്ടയോ എന്നുള്ളതല്ല, അത് തുടങ്ങുമ്പോൾ ഒരു പ്രധാനമന്ത്രി തന്നെ അതിൻ്റെ പൂജകൾ നടത്തുന്നതിൽ ചില പന്തികേടുണ്ട് എന്നുള്ള കാര്യം. പക്ഷേ ഇന്നിപ്പോൾ അയോധ്യയിൽ വലിയ തട്ടിപ്പ് വന്ന സമയത്ത് അദ്ദേഹം നിശബ്ദനാണ്. അദ്ദേഹം ഒരു പൂജാരിയെപ്പോലെ അവിടെ പ്രധാനമന്ത്രി പദം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് എന്ന പോലെ അദ്ദേഹം ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നടന്നിട്ടുള്ള വമ്പിച്ച തട്ടിപ്പിനും മറുപടി പറയാൻ പ്രധാനമന്ത്രി വ്യക്തിപരമായി തന്നെ ബാധ്യസ്ഥനാണ് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.